ദിവസം ഞാൻ ഇവിടുത്തെ അടുക്കളയിൽ കയറി എന്താണ് കുക്ക് ചെയ്തത് എന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ ചെന്നപ്പോൾ മനസ്സിലായിരുന്നു അപ്പവും ചമ്മന്തിയാണ്. ആ ചമ്മന്തി അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള കോളിഫ്ലവർ കറി മീൻ വറുത്തവും കൂടെ ആക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. കറിയുടെ റെസിപ്പിയൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല. ഡയറക്റ്റായിട്ട് ഞാൻ ഉണക്കമീനിലേക്ക് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇക്കൂട്ടത്തിൽ തന്നെ നമ്മൾ ജാനിക്കുട്ടിയുടെ ഫുഡും അങ്ങ് റെഡിയാക്കി പോകും കേട്ടോ. ജാനിക്കുട്ടിക്ക് ഇന്ന് ഏത്തപ്പഴമാണ് കൊടുത്തത്, അപ്പോൾ അതങ്ങ് റെഡിയാക്കും. ഇനി അതിനുശേഷം നമ്മുടെ സ്പെഷ്യൽ മസാല, സ്പെഷ്യലൊന്നുമില്ല, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ പുരട്ടി എടുത്തിട്ടുള്ള മീൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കേണ്ടത്. ഉണക്കമീനാണ്, എന്ത് മീനാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ അകത്തേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പറ്റലും മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടും, ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഇന്ന് വറുത്തെടുത്തു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ കുക്ക് ചെയ്തു എന്നുള്ളതാണല്ലോ വ്ളോഗ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു കട്ടൻ ചായയും കൂടെ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് കാണിച്ചേക്കാം. ഇതൊക്കെ രാവിലത്തെ ഒരു സമയത്താണ് കേട്ടോ. ഇവിടെ രാവിലെ നമ്മുടെ പരിപാടിയെല്ലാം കഴിയും. പിന്നെ നമ്മൾ ഫുൾ ഫ്രീ ആണ്. ബാക്കി പണിയൊക്കെ അമ്മയുടെയാണ്. ഞാൻ പിന്നെ ഫുൾ ഫ്രീ ആണ് കുഞ്ഞിൻ്റെ കൂടെ.